പ്രിയപ്പെട്ട പാലകൻ പ്രേക്ഷകരെ, ഈ നല്ല ദിവസത്തിൻ്റെ എല്ലാ മംഗളങ്ങളും നിങ്ങൾ ഓരോരുത്തർക്കും സ്നേഹപൂർവ്വം ആശംസിക്കുന്നു. പരസ്പരം സ്നേഹിക്കുവാനും ഉള്ളത് പങ്കുവയ്ക്കുവാനും കൂട്ടായ്മയിൽ ജീവിക്കുവാനുമായി ഒരു ദിവസം കൂടി നമുക്ക് നൽകപ്പെട്ടിരിക്കുന്നു. പക്ഷേ സ്നേഹവും ഐക്യവും കൂട്ടായ്മയുമൊക്കെ നഷ്ടപ്പെട്ടു പോകുന്ന ഒരു അവസ്ഥയാണ് ഇന്ന് ചുറ്റിലും നമ്മൾ കാണുക. ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ ഒരു ദിവസം നഴ്സറി സ്കൂളിൻ്റെ ഒരു വാർഷികത്തിൽ പങ്കെടുക്കുവാൻ ഒരവസരം ലഭിച്ചു. അവിടെ കുട്ടികൾ വളരെ മനോഹരമായ ധാരാളം പ്രോഗ്രാംസ് അവതരിപ്പിച്ചു. അതിൻ്റെ കൂടെ ഒരു മോണോ ആക്റ്റും ഉണ്ടായിരുന്നു. അത് അവതരിപ്പിക്കാൻ എനിക്ക് സാധിക്കുകയില്ല. എങ്കിലും ആ കൊച്ചുകുട്ടി അവതരിപ്പിച്ച മോണോ ആക്ടിൻ്റെ പ്രസക്ത ഭാഗം ഇപ്രകാരമായിരുന്നു. ഒരു ബാപ്പ തൻ്റെ മകൾക്ക് ഒരു നിക്കാഹ് കണ്ടുവച്ചു. എന്നിട്ട് മകളെ വിളിച്ച് പറഞ്ഞു, മോളെ സബീന, മോൾക്ക് ബാപ്പ ഒരു നിക്കാഹ് കണ്ടുവച്ചിട്ടുണ്ട്. അത് ആരാ ബാപ്പ? അതെ, അത് നമ്മുടെ റേഷൻ കടക്കാരൻ ഹമീദില്ലേ, ആ റേഷൻ കടക്കാരനാണ് ബാപ്പ മോൾക്ക് വേണ്ടി കണ്ടുവച്ചിരിക്കുന്നത്. എനിക്ക് റേഷൻ കടക്കാരനെ വേണ്ട ബാപ്പ. അതെന്തൊരു ഹമുക്കെ, നിനക്ക് റേഷൻ കടക്കാരനെ വേണ്ടാത്തത്? അത് ബാപ്പ, ഞാൻ റേഷൻ കടയിൽ ചെല്ലുമ്പോൾ അയാൾ പറയും, മാറി നില്ല്, ഇപ്പം ഇല്ല, പിന്നെ വാ എന്നൊക്കെ. അതുകൊണ്ട് എനിക്ക് റേഷൻ കടക്കാരനെ വേണ്ട ബാപ്പ. പിന്നെ നിനക്ക് ആരെയാടി വേണ്ടത്? അത് ബാപ്പ, എനിക്ക് പ്രൈവറ്റ് ബസ്സിലെ ഒരു കിളിയെ മതി ബാപ്പ. അതെന്തിന് നിനക്ക് പ്രൈവറ്റ് ബസ്സിലെ കിളിയെ എത്ര ഇഷ്ടം? അത് ബാപ്പ, ഞാൻ ബസ്സിൽ കയറാൻ ചെല്ലുമ്പോൾ അയാൾ പറയും, കയറി ബാ, അടുത്ത് നില്ല്, ചേർന്നീരി എന്നൊക്കെ. അതുകൊണ്ട് എനിക്ക് ആ കിളിയെ മതി ബാപ്പ. ഒരു കൊച്ചുകുട്ടി അവതരിപ്പിച്ച മനോഹരമായ ഒരു മോണോ ആക്ട് കേട്ടുകൊണ്ടിരുന്നവരെല്ലാം വളരെ സന്തോഷത്തോടുകൂടി ആർത്തി ചിരിച്ചു. എനിക്കറിയില്ല നിങ്ങൾക്ക് റേഷൻ കടക്കാരനെ ആണോ അതോ ആ കണ്ടക്ടറെ ആണോ ഇഷ്ടമെന്ന്. അത് നിങ്ങൾക്ക് ആരെയും ഇഷ്ടപ്പെടാം. പക്ഷേ ആ രണ്ടുപേരും പറഞ്ഞ കാര്യങ്ങളിൽ നമ്മുടെ സമൂഹത്തിൽ നിലനിൽക്കുന്ന രണ്ട് സംസ്കാരങ്ങളാണ് നമ്മൾ കാണുക. ആദ്യത്തെ ആൾ പറഞ്ഞു, മാറി നില്ല്, ഇപ്പം ഇല്ല, പിന്നെ വാ എന്നൊക്കെ. മറ്റുള്ളവരെ അകറ്റി നിർത്തുന്ന, ഒറ്റപ്പെടുത്തുന്ന, ഒഴിവാക്കുന്ന ഒരു സംസ്കാരം. എന്നാൽ ആ കണ്ടക്ടറിൻ്റെ വാക്കുകൾ അത് അടുപ്പിക്കുന്ന, സ്വീകരിക്കുന്ന, ഒന്നാക്കി തീർക്കുന്ന ഒരു സംസ്കാരം. ഈ രണ്ടാമത്തെ സംസ്കാരം ഇന്ന് തളർന്നുകൊണ്ടിരിക്കുന്നതായിട്ടും ആദ്യത്തെ സംസ്കാരം വളർന്നുകൊണ്ടിരിക്കുന്നതായിട്ടുമാണ് നാം കാണുക. ഒറ്റപ്പെടുത്തലുകളുടെയും ഒഴിവാക്കലുകളുടെയും ഒരു ലോകത്ത് നാം ജീവിക്കേണ്ടി വരുന്നു. എനിക്കാരുമില്ല, എന്നെ ആർക്കും വേണ്ട, ഈ ഒരു ചിന്ത മനസ്സിൽ നിറഞ്ഞ് ഈ ജീവിതം മടുത്ത് ഇനി ആത്മഹത്യ ചെയ്യുന്നതാണ് നല്ലത് എന്ന് ചിന്തിച്ചു പോകുന്ന അവസ്ഥകളിലൂടെ നമുക്കും ഒരുപക്ഷെ കടന്നു പോകേണ്ടി വന്നിട്ടുണ്ടാകാം. ഞാനുണ്ട് കൂടെ എന്ന് ആരെങ്കിലും ഒരാൾ എന്നോട് പറയുമ്പോൾ എനിക്ക് എന്ത് സന്തോഷമാണ് ഉണ്ടാവുക. ഇതേ അനുഭവം തന്നെ ആയിരിക്കില്ലേ മറ്റുള്ളവരോട് ഞാൻ അപ്രകാരം പറയുമ്പോൾ അവർക്കും ഉണ്ടാവുക. അതിന് ദൂരെയെങ്ങും പോകേണ്ടതില്ല. തീർച്ചയായും നമ്മൾ ഓരോരുത്തരും ജീവിക്കുന്ന സാഹചര്യങ്ങളിൽ നമുക്ക് മറ്റുള്ളവരോട് ഞാനുണ്ട് കൂടെ എന്ന് പറയുവാൻ സാധിക്കും. എല്ലാവരും ചുറ്റിലുമുണ്ട് എന്ന് തോന്നിപ്പോകുന്ന നിമിഷങ്ങളിലും ഉള്ളിൻ്റെ ഉള്ളിൽ ഈ ഒറ്റപ്പെടുത്തലിൻ്റെ ഏകാന്തതയുടെ ഭാവമാണ് ഉയർന്നു വരിക. ബൈബിൾ പരിശോധിക്കുമ്പോൾ ഇസ്രായേൽ ജനത്തോട്, തൻ്റെ സ്വന്തം ജനതയോട് ദൈവം ആവർത്തിച്ച് പറയുന്ന ഒരു കാര്യമാണ്, ഞാൻ നിന്നോട് കൂടെയുണ്ട് എന്നത്. അതുകൊണ്ട് തന്നെ മറ്റൊരാളോട് ഞാനുണ്ട് കൂടെ എന്ന് പറയുവാൻ ഒരാൾക്ക് സാധിക്കുന്നത് ദൈവത്തിൻ്റെ ചൈതന്യം ഉള്ളിൽ നിറയുമ്പോഴാണ് എന്നതിൽ യാതൊരു സംശയവുമില്ല. ദൈവം ഉള്ളിലുണ്ടെങ്കിൽ മറ്റുള്ളവരോട് ഞാനുണ്ട് കൂടെ എന്ന് പറയുവാൻ നമുക്ക് സാധിക്കും. ആ ദൈവിക ചൈതന്യം ഉള്ളിൽ നിറച്ചുകൊണ്ട് കുടുംബത്തിനുള്ളിൽ ഭാര്യ ഭർത്താവിനോടും, ഭർത്താവ് ഭാര്യയോടും, മാതാപിതാക്കൾ മക്കളോടും, മക്കൾ മാതാപിതാക്കളോടും, അയൽക്കാർ പരസ്പരവുമൊക്കെ
നിരന്തരം പറയട്ടെ, ഞാനുണ്ട് കൂടെ. ചിലപ്പോൾ ജീവിതത്തിൽ വീണു പോകുമ്പോഴാകാം, പരാജയപ്പെട്ടു പോകുമ്പോഴാകാം, കടബാധ്യതയിൽ അകപ്പെട്ടു പോകുമ്പോഴാകാം, രോഗങ്ങൾ ബാധിക്കുമ്പോഴാകാം, അങ്ങനെയുള്ള വ്യത്യസ്തങ്ങളായ ജീവിത അനുഭവങ്ങളിലൂടെയൊക്കെ കടന്നു പോകുമ്പോഴും തീർച്ചയായിട്ടും ഒരാളിൽ നിന്നും ഞാനുണ്ട് കൂടെ എന്ന് കേൾക്കുവാൻ സാധിച്ചാൽ ആ ഒരു ജീവിതം രക്ഷപ്പെട്ട് മടങ്ങി വരും എന്നതിൽ സംശയമില്ല. ലഭിക്കുന്ന ഓരോ ദിവസവും കഴിയുന്നിടത്തോളം ആൾക്കാരോട് ഞാനുണ്ട് കൂടെ എന്ന് പറയാൻ സാധിക്കുന്ന ഒരു ജീവിതം നയിക്കാൻ പാലകൻ്റെ പ്രേക്ഷകർക്ക് ഏവർക്കും സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. ദൈവം അനുഗ്രഹിക്കട്ടെ.